വാപ്പി, എന്താടാ ആ ചേട്ടൻ പറഞ്ഞ ഷർട്ടിലെ മാന്ത്രികം എന്താ? ഏത് ചേട്ടൻ? ആ പെണ്ണ് കാണാൻ പോയി സന്തോഷത്തിൽ വന്ന ആ ചേട്ടനില്ലേ, വാപ്പി ഷർട്ടിൽ എന്തോ. പത്മരാജൻ. അവന്റെ ഇടത്തെ കൈക്ക് ഇത്തിരി നീളം കൂടുതലാ. അതുകൊണ്ട് അവന്റെ തോള് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചരിഞ്ഞ കിടക്കുള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്കും അവന്റെ ബോഡിയുടെ പ്രശ്നം അറിയാൻ പറ്റും. അതിന് ബാപ്പി ചെയ്തെന്താണെന്നറിയോ? ഓന്റെ ഷർട്ടിന്റെ ഷോൾഡർ തയ്ക്കുമ്പോ അതിനകത്തൊരു കമ്പിയും ഒരു പാഡും വെച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോ തോള് എത്ര ഇടിഞ്ഞു കിടന്നാലും ഷർട്ട് അങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ടെന്തായി, ആരും അവന്റെ കുറവ് കണ്ടില്ല. ഇപ്പൊ ആരും ചോദിക്കാത്തതുകൊണ്ട് പത്മനാഭൻ തന്നെ മറന്നു കാണും. വാപ്പി, സത്യത്തിൽ അതൊരു പറ്റിക്കലല്ലേ? എന്ത് പറ്റിക്കല്? ആ കുറവ് കൊണ്ട് അവന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, കാണുന്നവർക്ക് ആ ബുദ്ധിമുട്ട്. അപ്പോ അതിനുള്ള അവസരം ഇല്ലാണ്ടാക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോ കുറയ്ക്ക് നമ്മുടെ കുറ്റവും കുറവും ഇടുന്ന ഉടുപ്പുകൊണ്ട് മറയ്ക്കാൻ പറ്റുമല്ലേ വാപ്പി? പിന്നല്ലാതെ. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ലത് തുറന്നു കാണിക്കാനും ഉടുപ്പിന് പറ്റും. ഇപ്പതേ ഈ തട്ടമിട്ട ആമരക്കുട്ടിയെ കാണാൻ എന്ത് ചേല എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഈ തട്ടത്തിനകത്ത് ജീവിക്കണമെന്ന് വാപ്പി പറയൂല. അതെന്താ വാപ്പി, തട്ട അത്രക്ക് മോശ? മോശമല്ല, പക്ഷെ മാറ്റം വേണം. എന്തിന്? നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റം, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള മാറ്റം. ഇപ്പതേ നമ്മുടെ PT ഉഷ അവര് സാരി കൊടുത്തിട്ട് ഓടി എങ്ങനെ ഉണ്ടാവും? അതുപോട്ടെ നമ്മുടെ സാനിയ മിർസ തട്ട് ഇട്ടുകൊണ്ട് ടെന്നീസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും? ജോറായിരിക്കൂലേ? അതാ ഓരോ ജോലിക്കും അതിനിണങ്ങുന്ന വേഷം. അത് ശരിയാണല്ലോ വാപ്പി. അപ്പൊ സമയത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ നമുക്ക് വേണമല്ലേ? വേണമല്ലോ. അതൊക്കെ എന്റെ പൊന്നു മോൾക്ക് സമയമാകുമ്പോ മനസ്സിലാവും. ഓക്കെ? കേട്ടോ? കാലൊന്ന് പൊക്കി വെക്കുമ്പോ അടച്ചോടിയിട്ട് വെളിച്ചെട തീർത്തു. ഇതെങ്ങനെ നടക്കും? മിണ്ടാണ്ടിരിക്കും. ഓ, ഒരു വാപ്പയുടെ മോള്. അയ്യോ പതുക്കെ. ആനങ്കടുത്തല്ലേ മോളെ, മൈദ പൊട്ടി മണം വരുമ്പോ തീയൊന്നും അടച്ചേക്കണേ. ശരി വാപ്പി. നോക്കിക്കെടുത്തില്ലെങ്കിലേ അതുകൊണ്ടാ കറി കേടായെന്ന് എന്റെ വാപ്പി പറയുവേ. ഉമ്മ വെക്കണ കോഴിക്കറിനേക്കാളും നന്നാവുന്നുള്ള ബേജാറാ ഉമ്മയ്ക്ക്. ഒന്ന് പോടി. എനിക്ക് അറിഞ്ഞൂടെ എന്റെ കെട്ടിയോളെ കുശുമ്പിക്കളി. ഓ ഇതാ വരണേ. അലിയായിരിക്കായിരുന്ന കയറി വരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. തേങ്ങ കുറവാണല്ലോ ബഷീറേ. ഒരു പണിക്കാരനെ വെച്ച് ആ തെങ്ങിന്റെ തടം തുറന്ന് കുറച്ച് വളവിട്ട് കൊടുത്ത അടുത്ത മഴക്കാലാവുമ്പേക്ക് നീ നോക്കിക്കോ, തെങ്ങ് നല്ല ഉഷാറാവും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിരിക്കുക. ഇപ്പൊ പണിക്ക് പറ്റിയ നല്ല സമയം. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ആ കുട്ടികളെ രണ്ടിനെയും സമയാസമയത്ത് നിക്കാഹ് കഴിച്ചു കൊടുത്തോണ്ട് അനക്ക് അവരെ കുറിച്ച് ഒരു ബേജാറുമില്ല. അല്ല, ഇവിടത്തെ മൊഞ്ചത്തി എവിടെ? ഞാനിവിടെ ഉണ്ടേ. മാമയ്ക്ക് ചായക്ക് പഞ്ചാരക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, പടച്ചോന്റെ കൃപ കൊണ്ട് മാമയ്ക്ക് ഒരു കുഴപ്പമില്ല. ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഇട്ടോളി, പഞ്ചാര നല്ലോണം ഇട്ടോളി. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. നിക്ക് എന്റെ മോന്തൊക്കെ എന്താ പറ്റിയേ? അത് കടലമാവ വെളുക്കാൻ വേണ്ടി തേച്ചതാ. ഓൾ ഓരോ കോപ്പറയങ്ങൾ കാണിക്കണേ എനിക്കാ. പിന്നെ കടലമാവൊക്കെ മോന്തക്കിട്ട് ഇപ്പൊ വെളുക്കാൻ പോവല്ലേ? ഓളിട്ടോട്ടേന്ന് ഉമ്മ നിങ്ങള് കഴിക്ക. ഇത് ഈ ഉണ്ടാക്കിയതാ? ആ ചോറായി. ബഷീറേ, ഞാൻ വന്നത് അനക്കറിയാലോ, എനക്കല്ലറ ചില്ലറ കല്യാണ പരിപാടിയൊക്കെ ഉണ്ട്.
ഇടങ്ങാറുണ്ടാക്കാത്ത ആലോചന വന്നാൽ മാത്രമേ ഞാൻ എടുക്കൂ. നമ്മുടെ ആമിറെ കണ്ട് പൂതി വരുത്തൊരു ചെക്കൻ വന്നിട്ടുണ്ട്. ആ ഓനെപ്പറ്റി ഓൻ്റെ കുടുംബക്കാരെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല മെനയുള്ള കൂട്ടിരുന്ന് അറിഞ്ഞത്. ചെക്കൻ ഫോട്ടോഗ്രാഫറാ, ദുബായിൽ. നമ്മുടെ ആമിറക്ക് ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ? അല്ലെങ്കിൽ ആമീറൊക്കെ പ്രായമായപ്പോ ഞാൻ അവക്കൊരു സമ്മാനം കൊടുത്തിരുന്നു. ഓളെടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പായിരുന്നു ആ സമ്മാനം. അത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന അത് തന്നെ ആയിരിക്കും എന്നാ എൻ്റെ വിശ്വാസം. ഓക്കൊരു കുടുംബം വേണമെന്ന് തോന്നുമ്പോൾ ഓള് തന്നെ പറയട്ടേക്ക്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ പെൺകുട്ടികളും അവരുടെ ജീവിതം ആസ്വദിക്കണം. നമ്മളായിട്ട് എന്തിനാ അവരുടെ ചെറുകൾ കിട്ടുന്നത്? ദാ, ഇത് മാമിക്ക്, ഇത് വാപ്പിക്ക്. നിങ്ങൾ മിണ്ടലും പറയലും കഴിഞ്ഞിട്ട് വാപ്പിയുടെ ബോംബെ ചിക്കനും കൂട്ടി നല്ല ചൂട് കപ്പയും കഴിച്ചിട്ട് പോയാ മതി. ബോംബെ ചിക്കനാ? ആ ഏറെ ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ട് കേൾക്കുന്നത് ബോംബെ ചിക്കൻ. ഇവിടെ ഒരാള് ബോംബെന്ന് കണ്ടുപിടിച്ച ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി നോക്കിയതാ. ആണോ ബഷീറെ? എന്നാ ബഷീറിന്റെ ബോംബെ ചിക്കനും കൂട്ടിയിട്ടേ നമ്മൾ ഇടുന്ന് പോകുന്നുള്ളൂ. മോളെടുത്ത് വെച്ചോ. ശരി മാമ. സന്തോഷം. എൻ്റെ പുറയിൽ ഈ സന്തോഷമൊക്കെ ഇല്ലാണ്ടായിട്ട് 3-4 കൊല്ലായിടും. ഈ പറഞ്ഞതാ അതിൻ്റെ ശരി. കുട്ടികൾ വഴക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ചുറ്റും ഓടി നടന്നാലേ പൊരയൊരു പൊരയാവും. സ്വന്തം പൊരയിൽ കിട്ടുന്ന സ്വാതന്ത്ര്യമൊന്നും ഓർക്ക് മറ്റൊരിടത്തും കിട്ടൂല. ഇനിയൊരു പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കി ഓള് പറയണ സമയത്ത് കെട്ടിച്ചയക്കാൻ എനിക്കിനി കുട്ടികളൊന്നും ഇല്ലല്ലോ ബഷീറെ. നമ്മുടെ ആമിറെ അങ്ങനെ കെട്ടിച്ചാൽ മതി. അതാ എൻ്റെ ശരി.